1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. 8ഉം 9ഉം ശക്തിമത്തായ സുന്നത്താണ് ശാഫി മദ്ഹബിൽ. അതിന് ഉലമാക്കൾ രേഖപ്പെടുത്തിയത് 8 കൂടി പിടിക്കാൻ പറഞ്ഞത് അറഫാ ദിവസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതിന്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ദുൽഹിജ്ജ 9 നമുക്ക് കേരളത്തിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് 16-ാം തീയതിയാണ്. ജൂൺ 16, ഇംഗ്ലീഷ് മാസം 16, ഞായറാഴ്ച ദിവസം. അപ്പൊ അതിന്റെ തലേന്ന് ശനിയാഴ്ച ദിവസം 15ഉം 16ഉം ദുൽഹിജ്ജ 8, 9 ഇത് രണ്ടും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും കഴിയുന്ന എല്ലാ സഹോദര സഹോദരിമാരും ജൂൺ 15, 16 ഈ 2 ദിവസം ദുൽഹിജ്ജ 8, 9 ഈ 2 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കണം. 17-നാണല്ലോ നമുക്ക് പെരുന്നാൾ, തിങ്കളാഴ്ച ദിവസമാണ്. അതിന്റെ തലേ 2 ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന യസൂമു 9 ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ്. നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ ചെയ്തിരുന്ന അമലാണ്. എല്ലാ ദുൽഹിജ്ജ മാസവും 1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. സഹോദരിമാര് ശ്രദ്ധിക്കുക, അതുപോലെ രോഗികളാകുന്ന പുരുഷന്മാര് ശ്രദ്ധിക്കുക. കഴിഞ്ഞ റമളാനിന്റെ നോമ്പ് ഖളാ വീട്ടാൻ 6-7 ദിവസത്തെ നോമ്പ് നിങ്ങൾക്കുണ്ട്. അശുദ്ധിയുടെ കാലയളവിലുള്ള നോമ്പ് പുരുഷന്മാർക്ക്, രോഗികളായ ആളുകൾ ചിലർക്ക് പിടിക്കാൻ പറ്റാത്തതുണ്ട്. അത് അടുത്ത റമളാനിന് മുമ്പ് പിടിച്ചു വീട്ടേണ്ടതാണ്. റമളാൻ വരെ വെച്ച് പൈകിക്കണ്ട, ഇപ്പോൾ തന്നെ പിടിച്ചു വീട്ടിൻ. ഈ പവിത്രമാക്കപ്പെട്ട സുന്നത്തായ നോമ്പിനോടൊപ്പം ആ ഫർള് കൂടി അങ്ങ് വീട്ടിൻ. ഫർളായ നോമ്പ് ഖളാ വീട്ടുമ്പോൾ ശ്രദ്ധിക്കണം, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അസ്ലയാണ് ഈ പറയുന്നത്. റമളാനിലെ നോമ്പും ഫർളാണല്ലോ. ഫർളായ നോമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ സുബഹിക്ക് മുമ്പ് തന്നെ എന്ത് വേണം? നിയ്യത്ത് വെക്കണം. സുന്നത്തിന് അങ്ങനെയല്ല. സുന്നത്തിന് ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾ രാവിലെ 9 മണിക്കാണ് സുന്നത്ത് നോമ്പ് പിടിക്കാൻ കരുതിയത്. അതുവരെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ശ്രദ്ധ വെച്ചവന. ഭക്ഷണം കഴിക്കുക, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ശ്രദ്ധ പതിപ്പിച്ച നിലകൊണ്ടവന. അപ്പൊ അയാൾ കരുതി ഇന്നിനി സുന്നത്ത് നോമ്പ് പിടിക്കാം. അങ്ങനെ പകല് അയാൾ 9 മണിക്ക് സുന്നത്ത് നോമ്പ് നിയ്യത്ത് ചെയ്താലും ആ ദിവസത്തെ നോമ്പ് അയാൾക്ക് പിടിക്കാൻ പറ്റും, അനുവദനീയമാണ്. ശാഫി മദ്ഹബ് പ്രകാരം അയാളുടെ നോമ്പ് സ്വീകാര്യമാണ്. പക്ഷെ ആ രാവിലെ 9 മണി വരെ എന്തെല്ലാം ഒഴിവാക്കണം? അന്നപാനീയങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവരുത്, ഒന്നും കുടിച്ചിട്ടുണ്ടാവരുത്. നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും തൊട്ടുമൊക്കെ ശ്രദ്ധ പതിപ്പിച്ചവനാകണം. ഇതാണ് മസല. നമുക്ക് എല്ലാവർക്കും അറിയാം. സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ റമളാനിലെ നോമ്പാണെങ്കിൽ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അപ്പൊ റമളാനിലെ നോമ്പ് ഖളാ വീട്ടുമ്പോഴോ അങ്ങനെ തന്നെയാണ്, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. നമ്മൾ ഈ ദുൽഹിജ്ജയുടെ 1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ പകൽ നോമ്പ് നിയ്യത്ത് വെച്ചാൽ, ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ നോമ്പ് സാധൂകരിക്കും, നേരത്തെ പറഞ്ഞ ഷർത്തുകൾ ഉണ്ടെങ്കിൽ. പക്ഷെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാനുള്ളത് കൊണ്ട് എന്ത് വേണം? സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. റമളാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം ദുൽഹിജ്ജ മാസത്തിന്റെ 5-ാമത്തെ നോമ്പ് അല്ലെങ്കിൽ 6-ാമത്തെ നോമ്പ് ഞാൻ പിടിച്ചു വീട്ടുന്നു എന്ന് കരുതണം. അസ്സല മനസ്സിലായോ? ഇനി ഇങ്ങോട്ട് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജ എത്തിയാൽ നബി തങ്ങൾ നോമ്പ് നോൽക്കുമായിരുന്നു. ഹദീസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ ആശുറാ وثلاثة أيام من كل شهر أول 2 من الخميس أول 2 والخميس. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് പിടിക്കുമായിരുന്നു. ആശുറാഇന്റെ ദിവസത്തെ നോമ്പ് പിടിച്ചിരുന്നു, അഥവാ മുഹറം 10ന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. തീർന്നില്ല, എല്ലാ വർഷവും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽക്ക് 9 വരെയുള്ള ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ.
1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. 8ഉം 9ഉം ശക്തിമത്തായ സുന്നത്താണ് ശാഫി മദ്ഹബിൽ. അതിന് ഉലമാക്കൾ രേഖപ്പെടുത്തിയത് 8 കൂടി പിടിക്കാൻ പറഞ്ഞത് അറഫാ ദിവസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതിന്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ദുൽഹിജ്ജ 9 നമുക്ക് കേരളത്തിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് 16-ാം തീയതിയാണ്. ജൂൺ 16, ഇംഗ്ലീഷ് മാസം 16, ഞായറാഴ്ച ദിവസം. അപ്പൊ അതിന്റെ തലേന്ന് ശനിയാഴ്ച ദിവസം 15ഉം 16ഉം ദുൽഹിജ്ജ 8, 9 ഇത് രണ്ടും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും കഴിയുന്ന എല്ലാ സഹോദര സഹോദരിമാരും ജൂൺ 15, 16 ഈ 2 ദിവസം ദുൽഹിജ്ജ 8, 9 ഈ 2 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കണം. 17-നാണല്ലോ നമുക്ക് പെരുന്നാൾ, തിങ്കളാഴ്ച ദിവസമാണ്. അതിന്റെ തലേ 2 ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. سئل رسول الله صلى الله عليه وسلم عن صوم يوم عرفة. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അറഫ ദിവസം നോമ്പ് നോറ്റാൽ എന്താണ് പ്രതിഫലം റസൂലേ? നേട്ടമെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്നതാകുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചെറുപാപങ്ങൾ ഇല്ലാത്തവർക്ക് വൻപാപത്തിലേക്ക് വരെ നോട്ടമുണ്ടാകും എന്ന് വരെ വിശദീകരിച്ച മുഹദ്ദിസീങ്ങളുണ്ട്. ചെറുപാപങ്ങൾ ഇല്ലാത്തവരില്ല. എല്ലാ നോട്ടത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഒക്കെ നമുക്ക് പാപങ്ങൾ വന്നു ചേരുന്നുണ്ട്. കുല്ലുബിനി ആദമ ഖത്വാഉൻ, ആദം സന്തതികൾക്ക് തെറ്റുകാരാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, ചെറുപാപങ്ങൾ ഇല്ലാതാകാൻ ഉപകരിക്കുന്നതാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പ്. അഥവാ വരുന്ന ജൂൺ മാസം 16-ാം തീയതിയിലെ നോമ്പ്. അതാണ് ഈ പറഞ്ഞത്. 15ഉം 16ഉം പിടിക്കാം, 8ഉം 9ഉം പിടിക്കാം. യൗമുത് തർവിയ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിവസമാണ്. അറഫാ ദിവസത്തിന്റെ മഹാത്മ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതുകൂടി ശ്രദ്ധിക്കാൻ ശാഫി മദ്ഹബിലെ ഉലമാക്കൾ ശക്തിമത്തായ സുന്നത്താക്കി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടി പൊറുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, അതാ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം, ഒരു വർഷം കൂടി നിനക്ക് ആയുസ്സുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും എന്നതിലേക്ക് സൂചനയാണ് ആ പറഞ്ഞത്. മനസ്സിലായി? എനിക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്താ പറഞ്ഞത്? യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. അറഫാ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന കൂലി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ ഓക്കെ, നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ നോമ്പ് നോൽക്കുന്നവന് ഒരു വർഷം കൂടി ദീർഘായുസ്സുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ ഒരു വർഷം കൂടി ദീർഘായുസ്സ് കിട്ടാൻ തന്നെ കാരണമാണ് അറഫാ ദിവസത്തെ നോമ്പ് നോൽക്കൽ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ അത് പിടിച്ചു വീട്ടണം. ശക്തിമത്തായ സുന്നത്താണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള നോമ്പാണ് അറഫാ ദിവസത്തെ സുന്നത്ത്. അത് വിട്ടുകളയാൻ പാടില്ല. അന്ന് വളരെയേറെ ദുആയിൽ നമ്മൾ വ്യാപൃതരാവണം. പ്രത്യേകിച്ച് ദുഹറിന് ശേഷം മഗ്‌രിബിന് വരെയുള്ള സമയങ്ങൾ ദിക്റും ഔറാദുമായി തന്നെ മുഴുകി നിലകൊള്ളണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം അനവധിയാണ്. ഇസ്തിഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ
ويجعل لكم جنات ويجعل لكم أنهارا. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അല്ലാഹു പാപമോചനം നൽകുക മാത്രമല്ല വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നീട്ടി നീട്ടി തരുന്നതാണ്, സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്, സന്താനങ്ങളെ അധികരിപ്പിക്കുന്നതാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഉന്നതനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നർത്ഥം വരുന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ അധികരിപ്പിച്ചാൽ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സമ്പത്തില്ലാതെ വിഷമിക്കുന്ന പുളിക്കൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അല്ലാഹു നിന്റെ കൈവെള്ളയിലേക്ക് സമ്പത്ത് നൽകുമേ, അല്ലാഹു നിനക്ക് സന്താനത്തെ അധികരിപ്പിക്കുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, സ്വർഗീയമാകുന്ന അരുവികളാണ്, സ്വർഗീയമാകുന്ന പൂന്തോട്ടങ്ങൾ നൽകുകയാണ് അല്ലാഹു നിങ്ങൾക്ക് ആഖിറത്തിലെന്നും പരിശുദ്ധമായ ഖുർആൻ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും, നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങൾ നൽകും. നാളെ ആഖിറത്തിൽ സ്വർഗീയമാകുന്ന വലിയ വലിയ പൂങ്കാവനങ്ങൾ, സ്വർഗീയ ആരാമങ്ങൾ നൽകും, സ്വർഗീയ അരുവികൾ നൽകി അല്ലാഹു നിങ്ങളെ അനുമോദിക്കും. എന്ത് ഇല്ലാ മതി കൂടുതലായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ് ശരിക്ക് ചൊല്ലണം. كان النبي صلى الله عليه وسلم يستغفر له 100 مرة في كل يوم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ചൊല്ലുകയാണ്. ജീവിതത്തിൽ ഒരു പാപം പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാണ് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പാപമോചനത്തിന് മാത്രമല്ല ഈ ദിക്ർ എന്ന് മനസ്സിലായി. കാരണം പാപം ജീവിതത്തിൽ ഇല്ലാത്ത വ്യക്തിയാണ് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ 100 വട്ടം ഡെയിലി ചൊല്ലിയിരുന്നു, കണ്ടിന്യൂസ്, മുടങ്ങാതെ. അപ്പൊ മനസ്സിലാക്കണം ഇതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരൂല. ഡെയിലി വെറുതെ ഒഴിവ് കിട്ടുന്ന സമയം കച്ചവടത്തിൽ വ്യാപൃതരാകുന്നവരൊക്കെ ചിന്തിച്ചോ, ബിസിനസ്സുകാരും അല്ലാത്തവരും സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കിക്കോ, എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ഏതെങ്കിലും സമയത്തായി ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ്. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോണം കേട്ടോ. കുറെ കാര്യങ്ങൾ അമരിന് പറഞ്ഞിട്ടുണ്ട്. ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ചെല്ലേണ്ടത് നേരത്തെ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് ഈ 1 മുതൽ 10 വരെ അധികരിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപ്പോൾ ചെല്ലിയാലും ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ സമയത്ത് അധികരിപ്പിക്കേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അറഫയുടെ ദിവസം ശരിക്കും അധികരിപ്പിക്കാൻ, പാപമോചനം ലഭിക്കട്ടെ. ദുൽഹിജ്ജ 9 അന്ന് ദുഹറിന് ശേഷം ശരിക്കിരിക്കാൻ മുസല്ലയിൽ തന്നെ ഇരിക്കുന്ന സഹോദരിമാർ, പുരുഷന്മാർ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കാൻ, എന്നിട്ട് നല്ലതുപോലെ ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ലിന. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുക. അന്നത്തെ ദുആഇന് ഇജാബത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫ്ളലു ദുആഇ ദുആഉ അറഫ.
അറഫാ ദിവസത്തിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അറഫാ ദിവസം എന്ന് പറയുന്നത് ഒരു സാധാ സീത ദിവസമല്ല. അൽ ഹജ്ജു അറഫത്തു, പരിശുദ്ധമായ ഹജ്ജ് തന്നെ അടയാളപ്പെടുത്തുന്നത് അറഫയിലൂടെയാണ്. അറഫയിലൂടെയാണ് പവിത്രമാക്കപ്പെട്ട അറഫ മൈതാനിയിൽ എത്തിച്ചേരാത്തവർക്ക് പുണ്യമാക്കപ്പെട്ടതാകുന്ന ഹജ്ജ് തന്നെ ഇല്ല എന്ന് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസിനികൾ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചില്ലേ? അവരെല്ലാവരും അറഫയുടെ മൈതാനിയിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുവെന്ന സമയമാണ്. തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സുവസ്ത്രധാരികളായി പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിയിലെത്തിക്കൊണ്ട് ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പാപമോചനം അർത്ഥിക്കുന്നതായ സമയമാണ്. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രാർത്ഥനയാ അറഫ ദിവസത്തെ ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇജാബത്ത് ഉറപ്പാണ്. മാത്രമല്ല നരകീയ മോചനം ഉറപ്പാണ്. നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടും. അന്നത്തെ ദിവസം പോലെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല. ഹദീസ് قال رسول الله صلى الله عليه وسلم ما من يوم أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അറഫ ദിവസം പോലെ മറ്റൊരു ദിവസമില്ല സ്വഹാബ. അല്ലാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ്. അധികമാകുന്ന ജനങ്ങളെ, നരകത്തിൽ കിടക്കുന്ന വെന്തുരുകി കിടക്കുന്ന ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചനപത്രത്തിന്റെ കരാറ് പത്രം അല്ലാഹു രേഖപ്പെടുത്തുന്നതായ ദിവസമാണ് അറഫ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പാപമോചനം ഉറപ്പാണ്, ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്, നരകീയ മോചനം ഉറപ്പാണ് അന്നത്തെ ദിവസം. മനസ്സിലായില്ല? നോമ്പ് നോറ്റാ പാപമോചനം, ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പ്, ഉത്തരം ഉറപ്പ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആ ദിവസം ശരിക്ക് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പടച്ചറബിലേക്ക് തൗബ ചെയ്ത് നിലകൊണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം അവന് രേഖപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങൾ വസിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് 5 വഖത്തുകൾ കൃത്യമായി ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിലെത്തൽ നിർബന്ധമാണ്. എന്തേ കാരണം? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങൾ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പഠിക്കണേ. പള്ളിയിലല്ലാതെ നിങ്ങൾക്ക് നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് 5 വഖത്ത് പള്ളിയിൽ വരണം. പള്ളിയൊക്കെ നല്ല റാഹത്ത്. പള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഉദ്ഘാടനത്തിന് ദിവസം എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് റാഹത്തായിട്ട് തിരിച്ചു പോയി. അജിയാരെ പിന്നെ കാണുന്നില്ല, മഷിയിട്ട് നോക്കണം. അങ്ങനത്തെ അവസ്ഥയാകരുത്. 5 വഖത്ത് പള്ളിയിൽ ജമാഅത്തിനുണ്ടാവണം. അതിലാണ് ഖൈർ.
ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങി കേൾക്കുന്ന വിശ്വാസികളെ, ആംഗവാങ്ക് വിളിക്കുന്നതിനേക്കാൾ ഉത്തമരായിട്ടുള്ള മനോഹരമായ വിളി ലോകത്ത് ഏതാണ്? അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. ഉറക്കിനേക്കാൾ കരണീയം, ഉറക്കിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിസ്കാരമാണ്. രാവിലെ സുബഹിയുടെ ബാങ്കുലി മുഴങ്ങുമ്പോ പുതപ്പിട്ടുകൊണ്ട് പുതച്ചുറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പുതപ്പിൽ നിന്ന് എഴുന്നേൽത്തുകൊണ്ട്, കട്ടിൽ എഴുന്നേറ്റുകൊണ്ട്, നല്ലതുപോലെ ഒതുവെടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ വീടിന്റെ അകത്തളങ്ങളിൽ നിസ്കരിക്കണേ. അതിനു വേണ്ടിയാണ് അല്ലാഹു നിനക്ക് പള്ളി നൽകിയിട്ടുള്ളത്. മനോഹരമാകുന്ന ബാങ്കിനേക്കാൾ ലോകത്ത് ഉത്തമമാകുന്ന വചനങ്ങൾ ഉച്ചരിക്കുന്നവരാരാ? അല്ലാഹു തന്നെ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദഅാ ഇലല്ലാഹ്. ആ ബാങ്ക് വിളിക്കാണ് ഉത്തരം നാം നൽകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന സുകൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, അസ്സലാത്തു ലിവഖതിഹാ. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് സ്വഹാബ. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ സഹോദരിമാർ വേഗം തന്നെ തലയിൽ തുണിയിട്ട് വുളൂ ചെയ്ത് അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. അതിനാണ് പള്ളി വെച്ചിരിക്കുന്നത്. അതിനാണ് പള്ളിയിൽ ബാങ്ക് ഇഖാമത്ത്. നമസ്കാര സമയബന്ധിതമാണ്. അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. മനുഷ്യൻ അവൻ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്തത് അസ്വലാ, നിസ്കാരം എന്നല്ല, അസ്വലാത്തു ലിവഖതിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞത്. നിസ്കരിച്ചോളാനല്ല പറഞ്ഞത്, നിസ്കാര സമയത്ത് നിർവഹിക്കുന്നതിനാണ് ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്. സമയത്ത് നിർവഹിക്കൽ അനിവാര്യമാണ്. കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ, സമയബന്ധിതമാണ്. സമയത്ത് തന്നെ നിർവഹിക്കണം. സുബഹിക്ക് ഒരു സമയമുണ്ട്, ളുഹറിന് ഒരു ടൈം ടേബിൾ ഉണ്ട്, അസറിനുണ്ട്, മഗ്രിബിനുണ്ട്, ഇശാഇനുണ്ട്. ഒക്കെ സമയത്ത് നിർവഹിക്കാം. അവ്വൽ വഖത്ത് അത് പള്ളിയിൽ തന്നെ വന്ന് നിർവഹിക്കണം. അൽഹംദുലില്ലാഹ്, ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നമ്മൾ പള്ളി നിർവഹിച്ചത്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി എസിയും അതിനുവേണ്ടി കാർപ്പറ്റും അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തെന്ന പ്രവാസികളാകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു കബൂലിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം അതിനുവേണ്ടി ശാരീരികമായി മാനസികമായി രാപ്പകലുകൾ വർഷങ്ങളായി അധ്വാനിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നസീബാക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു പ്രതിഫലം നസീബാക്കട്ടെ. ഇത്ര മഹോന്നതമാകുന്ന ഒരു പള്ളി അല്ലാഹു നമുക്ക് നൽകിയിട്ട് ആ പള്ളിയെ ഇനി നമ്മൾ എങ്ങനെ നിലനിർത്തണം? ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർള് തുളിഉ ലി അഹ്ലി സമാ
കമാ തുളിഉ നുജൂമുസ് സമാഇ ലിഅഹ്ലിൽ അർളി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർള്. ലോകത്തുള്ള സർവ്വമാന പള്ളികളും ഇന്ന് ബഹുവന്യരാകുന്ന തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടിക്കപ്പെട്ടതാകുന്ന ഈ മഹോന്നതമാകുന്ന പുളിക്കലിലെ പള്ളി ഉൾപ്പെടെ എല്ലാ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ആകാശ ലോകത്തുള്ള സർവർക്കും ഈ പള്ളികൾ മുഴുവനും പ്രകാശിക്കുമേ. ഏതുപോലെ ഭൂമിയിൽ നിന്ന് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്ന മനുഷ്യ മാനവ, ആകാശത്ത് മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ നിനക്ക് വേണ്ടി പ്രകാശം പൊഴിക്കുന്ന പോലെ ആകാശത്തുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ പുളിക്കലുള്ള പള്ളി ഉൾപ്പെടെ മോളൂര് ജമാഅത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പള്ളികളും പ്രകാശിക്കുകയാണ്. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആകാശത്താരാൻ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ ഫി സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സ്വഹാബ, അവിടെയെല്ലാം മലക്കുകളാണ്. കോടാനുകോടി മലക്കുകളാണ് ആകാശ ലോകത്ത് നിലകൊള്ളുന്നത്. 7 ആകാശങ്ങളിലായി കോടിക്കണക്കിന് മലക്കുകളാണ്. ആ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ ഭൂമിയിലുള്ള പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങൾ മുഴുവനും പ്രകാശം പൊഴിക്കുന്നതാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളി പള്ളിയായി നിലനിൽക്കണം. പള്ളിയിലാണ് വിക്രം ഔറാദും ഒക്കെ വരേണ്ടത്. അവിടെ ഖുർആൻ ഓത്തു വരണം. ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാഹ് വഇതാഇസ് സകാത്ത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചു തരുകയാ, അല്ലാഹുവിന്റെ വീടാകുന്ന അവന്റെ ഭവനമാകുന്ന പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹു അനുവാദം നൽകിയിരിക്കുകയാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹുവിന്റെ നാമം പള്ളിയിൽ ഉച്ചരിക്കുന്നതിന് അല്ലാഹു അനുവാദം നൽകിയിരിക്കുകയാണ്. ആർക്കാണ് പള്ളിയിൽ കയറാൻ അനുമതിയുള്ളത്? റിജാലുൻ, പുരുഷന്മാർക്കാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. എല്ലാ കച്ചവടങ്ങളെ തൊട്ടും എല്ലാ ജോലികളെ തൊട്ടും ഒഴിവായിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിന് നിയ്യത്തിൽ കടന്നു വന്നിട്ടുള്ളതായ പുരുഷന്മാർക്കാണ്. വഇഖാമിസ് സ്വലാഹ്,
പള്ളിയിൽ ദിക്റിനുള്ളതാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതാനുള്ളതാണ്, പരിശുദ്ധമായ തസ്ബീഹുകൾ ചെല്ലാനുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിയാനുള്ളതാണ്, തക്ബീർ കൊണ്ട് പരിശുദ്ധമായ പള്ളിയെ ധന്യമാക്കാനുള്ളതാണ്. തീർന്നില്ല വ ഇഖാമിസ് സ്വലാത്ത്, 5 വഖത്ത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനാണ്. പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഞാനിപ്പോ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല, നമ്മുടെ വിഷയം തെന്നിപ്പോവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പള്ളിയുടെ ഉദ്ഘാടനമാണല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ പള്ളിയിൽ 5 വഖത്ത് ജമാഅത്ത് മുടങ്ങാതെ പോകണം. അതിന് വാപ്പ മകനെ ചേർത്ത് പിടിക്കണം. അപ്പൊ മക്കളൊക്കെ കള്ളും കഞ്ചാവും ലഹരിയൊക്കെ ഒക്കെ മാറും, എല്ലാം മാറുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്ത് വേണം? എല്ലാ കുരുത്തക്കേടുകളും മക്കളിൽ നിന്ന് മാറണമെങ്കിൽ 5 വഖത്ത് നിസ്കാരം മക്കളെ പള്ളിയിലേക്ക് എത്തിക്കണം. നോക്കൂ നിങ്ങൾ ഖുർആൻ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും 5 വഖത്ത് നമസ്കാരം ഉറപോലെ നിർവഹിക്കുന്നുണ്ടോ എല്ലാം മ്ലേച്ഛമാക്കപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് അവനെ തടയുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ആണ് പറയുന്നത്. നിനക്ക് മക്കളുമായി കള്ളുകുടിയുണ്ടോ? നിന്റെ മക്കൾ വ്യഭിചാരശാല തേടി പോകുന്നവരുണ്ടോ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന മക്കളാണോ? അനാവശ്യ ചാറ്റിങ്ങളിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണ് കൊണ്ടുപോകുന്നവരാണോ? മോശപ്പെട്ട തലത്തിലേക്ക് കൈകാലുകളെ കൊണ്ടുപോകുന്നവരാണോ? കള്ളു കുടിക്കുന്നവരാണോ? ലഹരി തുടയുന്നവരാണോ? ഹറാമാക്കപ്പെട്ടതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ജീവിതം കെട്ടിപ്പിണഞ്ഞിട്ടുള്ളതായ മക്കളാണോ? എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും മക്കളെ സംരക്ഷിക്കുന്നതാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് പരിപൂർണമായ തട അല്ലാഹു നൽകുന്നതാണ്. അസ്സലാ, നിസ്കാരം കൊണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ.